കുറുവല എന്ന് പറയുന്ന മീനാണ്. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ മീനിനെ കുറുവല എന്നാണ് പറയുന്നത്. ഈ മീനിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ പാര് സൈഡിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന മീനാണ്. പാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണത്തില്ല. കടലിന്റെ അടിയിലുള്ള പാറകളുടെ ഇടയിലായിട്ട് കൂടുതലും കാണപ്പെടുന്ന ഒരു മീനാണിത്. അപ്പോൾ ഈ മീനിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ മീൻ നമുക്ക് ഫ്രൈ ചെയ്യാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണക്കറി വെക്കാനോ ഗ്രില്ല് ചെയ്യാനോ അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് വെറൈറ്റി മീനാണ് കേട്ടോ. നമുക്ക് എപ്പോഴും കിട്ടുന്ന മീനുകൾ പോലെയല്ല. നമുക്ക് അയില, ചൂര, മത്തി, കണവ, കൊഞ്ച് ഇതിനെപ്പോലെയൊക്കെ മീനുകളല്ല. ഇത് വല്ലപ്പോഴും തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കാണുന്നത്. അതും കൂടുതലായിട്ട് മട്ടുപണിക്കൊക്കെ പോകുന്ന കൂട്ടുകാർക്കാണ് ഈ മീൻ കൂടുതലായിട്ട് കിട്ടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ തന്നെയാണ് ഇത്. ഇത് നല്ല ചെതമ്പലും കാര്യമുള്ള മീനാണ്. അത് നമ്മുടെ ആൻറ്റി സൂപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 3 മീനാണ് ഉള്ളത്. ഒരു വളയോടും ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചെമ്പല്ലിയും കൂടെ ഉണ്ടായിരുന്നു. 3 മീനും കൂടെ ഏകദേശം 1500 രൂപയ്ക്കാണ് നമ്മുടെ ആൻറ്റി വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇത് കട്ട് ചെയ്യുന്ന മീനിനെ ഒരു kgക്ക് തന്നെ ഏകദേശം 350-400 രൂപ വരെ റേറ്റ് പോകുന്ന ഒരു മീനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ള മീൻ ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഗ്രില്ലോ ഫ്രൈയോ കറിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അടിപൊളി ടേസ്റ്റും കാര്യമുള്ള 3 വെറൈറ്റി മീനുകളാണ് നമ്മുടെ ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇനി നമ്മുടെ കൂട്ടുകാരെ അറിയേണ്ട കുറച്ച് വിഴിഞ്ഞം വിശേഷം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ നിലവ് സമയമാണ്. നിലവും ഇരുട്ടെന്ന് പറയും. നമ്മുടെ കടപ്പുറ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസം ഇരുട്ടും 15 ദിവസം നിലാവുള്ള രാത്രികളാണ്. അപ്പോൾ ഈ ടൈമിന് നമ്മുടെ വലപ്പണിക്കൊക്കെ പോകുന്ന വള്ളക്കാർക്ക്, അതായത് വൈകുന്നേരം പണിക്ക് പോയിട്ട് രാത്രി വരുന്നവർക്ക് മീനൊക്കെ വളരെ കുറവാണ്. അതായത് ഇനിയും 15 ദിവസമൊക്കെ കഴിഞ്ഞാലേ അടുത്ത ഇരുട്ട് വരത്തുള്ളൂ. ആ ടൈമിന് ഈ രാത്രി പണിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് മീൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെയൊക്കെ മീൻ വളരെ കുറവാണെങ്കിലും 1 മണി കഴിഞ്ഞിട്ട് മട്ട് വള്ളക്കാർക്കും അതുപോലെ കുട്ടിച്ചുര വള്ളക്കാർക്കൊക്കെ മീൻ കുറച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ മറ്റു കടപ്പുറങ്ങളുള്ളതിനേക്കാളും ഫ്രഷ് മീനായത് കാരണം കുറച്ച് റേറ്റും കാര്യവും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് സ്ഥിരം മീനൊക്കെ വാങ്ങുന്ന കൂട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഓരിയ നെമ്മീൻ, പാലാ മീൻ, ഒലിവിയ മീൻ, അതുപോലെ നമ്മുടെ പല്ലം ചൂര എന്നാണ് ഇവിടെ പറയുന്നത്. നെമ്മീൻ ചൂരേനെ പല്ലം ചൂര എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെറൈറ്റി മീനൊക്കെ വരുന്നുണ്ട്. ഇത് മട്ടുപണിക്ക് പോകുന്ന വള്ളക്കാർക്കാണ് കൂടുതലായിട്ട് വരുന്നത്. അതും 1 മണി ടൈമിനാണ് ഈ മട്ടുപണിക്ക് പോകുന്ന വള്ളക്കാർ ഓരോന്നായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്നത്. അത് മട്ടുപണിക്ക് ഒരുപാട് വള്ളക്കാരൊന്നും പോകുന്നില്ല. ഏകദേശം ഒരു 5, 6, 10 വള്ളക്കാരെ പോകുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഇപ്പോൾ വരുന്ന മീനാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തന്നത്. അതുപോലെ കുട്ടിച്ചൂര വള്ളക്കാർ കുട്ടിച്ചൂര ഉണ്ടെങ്കിൽ അവർ വെളുപ്പിനാണ് പണിക്ക് പോകുന്നത്. വെളുപ്പിന് 3 മണി 4 മണി ടൈമിനാണ് പണിക്ക് പോകുന്നത്. അവർക്ക് കുട്ടിച്ചൂര കിട്ടിക്കഴിഞ്ഞാൽ അവർ ഏകദേശം രാവിലെ 10 മണി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 9:30 മണി ആ ടൈമിന് തന്നെ കരയ്ക്ക് വരാൻ നോക്കും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചൂര വരുന്നുണ്ട്. കുട്ടിച്ചൂര കുട്ടയിൽ പ്ലാസ്റ്റിക് കുട്ടയിലാക്കി ഒരു കുട്ടിച്ചൂര ലേലം ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ വള്ളത്തിൽ വെച്ച് തന്നെ മുഴുവൻ മീനും ഒരു മീനിൻ്റെ ലേലം വിളിച്ച് കൊടുക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിലും കാര്യം നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, എന്നാൽ ബൈ.